ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഉപ്പും മുളകും ലൈറ്റ് ഫാമിലി. യൂട്യൂബിൽ ഫാമിലി വ്ളോഗൊക്കെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും അറിയുന്ന ഒരു ഫാമിലി ആയിരിക്കും ഈ ഉപ്പും മുളകും ഫാമിലി. അവരുടെ ലൈഫിലുണ്ടായ കുറേ കാര്യങ്ങൾ ഒക്കെ യൂട്യൂബിലൂടെ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട കാര്യങ്ങളാണ്. അവരും ഒരുപാട് ചർച്ച ചെയ്താണ്, നമ്മൾ കണ്ടിരുന്നവരും കുറേ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുള്ളതായിരിക്കും. അങ്ങനത്തെ ഒരു ഫാമിലിയാണ് അവർ. അപ്പം അമ്മ, അച്ഛൻ, 4 കുട്ടികൾ. അങ്ങനെ 4 കുട്ടികൾ എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ആ ഫാമിലി ശ്രദ്ധിക്കുകയായിരുന്നു. ഇപ്പോൾ വളരെ കുറവാണ് കുട്ടികൾ ആളുകൾക്കൊക്കെ. അതുകൊണ്ട് തന്നെ അന്ന് ആ ഫാമിലി നല്ല ശ്രദ്ധിച്ചതായിരുന്നു. അതിൽ തന്നെ മൂത്ത 2 കുട്ടികൾ കുറേ വലിയ കുട്ടികളും ചെറിയ 2 കുട്ടികൾ തീരെ ചെറുതും, നല്ല ഏജ് ഡിഫറൻസ് ഉള്ള കുട്ടികളായിരുന്നു. അതുകൊണ്ട് ആ ഫാമിലി പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെട്ടു. ഇപ്പോൾ എന്താ വിഷയം എന്ന് വെച്ചാൽ, അവരുടെ രണ്ടാമത്തെ മകള് വിവാഹം കഴിഞ്ഞു പോയി. ഇവരുടെ സമ്മതമില്ലാത്ത വിവാഹം, അമ്മയുടെ അച്ഛനെയും സമ്മതമില്ലാത്ത വിവാഹമായിരുന്നു. അപ്പോൾ ഇപ്പോൾ കുറച്ച് മാസങ്ങളൊക്കെ കഴിഞ്ഞ് അവർ ഒന്നിക്കാൻ പോകുന്നതിന്റെ ചില ലക്ഷണങ്ങളൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ. അപ്പോൾ ഈ ഫാമിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ആദ്യത്തെ മകളെ കല്യാണം തീരുമാനിച്ചു. കൂടുതലായിട്ട് ആളുകൾ ഏറ്റവും കൂടുതൽ അന്ന് പറയാൻ കാരണം എന്തായിരുന്നു വെച്ചാൽ, വിദ്യാഭ്യാസത്തിന് തീരെ പ്രാധാന്യം കൊടുക്കുന്നില്ല, വിവാഹം കഴിപ്പിച്ചു കൊടുക്കുക, മക്കൾക്ക് കുടുംബജീവിതം ഉണ്ടായി കൊടുക്കുക, ഇതൊക്കെയാണ് ലൈഫിലെ വലിയ കാര്യങ്ങൾ എന്ന് പ്രൂവ് ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ അങ്ങനെയാണെന്ന് അവർ നമ്മളെ മേത്ത് അടിച്ചേൽപ്പിക്കുന്ന പോലത്തെ ഒരു ഫാമിലി ആയിരുന്നു അവർ ആദ്യ കാലത്ത് തന്നെ. എന്ന് വെച്ചാൽ അവരുടെ മൂത്ത മകളെ അവർ 18 വയസ്സാവാൻ വെയിറ്റ് ചെയ്തിരുന്ന പോലെ വിവാഹം കഴിപ്പിക്കാൻ തയ്യാറാവുകയാണ്. അപ്പൊ അവർ വിവാഹം ഉറപ്പിച്ചപ്പോൾ തന്നെ ആ കുട്ടീനെ അതിനു വേണ്ടി ട്രെയിൻ ചെയ്യുന്നു. ഞാൻ എൻ്റെ മകളെ വേലക്കാരി ജാനു ആക്കാൻ വേണ്ടിയിട്ട് ജോലി പഠിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഒക്കെ അന്ന് വന്നിരുന്നു. അപ്പൊ ഈ കുട്ടി ഒരു 8ലോ 9ലോ എന്തോ പഠിക്കുന്ന സമയത്ത് ഒരു പയ്യൻ ഈ കുട്ടീനെ ഒരു കല്യാണത്തിന് കണ്ട സമയത്ത് ആ പയ്യൻ വന്നിട്ട് ഈ കുട്ടിയുടെ അമ്മേനോട് പറഞ്ഞു, ഈ കുട്ടി വലുതാവുമ്പോൾ എനിക്ക് കല്യാണം കഴിച്ചു തരണട്ടെ ആന്റി എന്ന് പറഞ്ഞു. അപ്പോഴേ ആ അമ്മയുടെ ഹൃദയം അങ്ങ് നിറഞ്ഞു. ഈ മോനെ ഞാൻ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഈ കുട്ടിക്ക് 18 വയസ്സായ സമയത്ത് ഈ പയ്യനെ കൊണ്ട് ഇവർ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി നിശ്ചയം നടത്തി. ഗംഭീരമായിട്ട് അവരത് വ്ളോഗായിട്ടൊക്കെ ചാനലിലൂടെ ഇട്ടു. അന്ന് നമ്മളൊക്കെ അത് ശ്രദ്ധിച്ചു. കാരണം 18-19 വയസ്സാവാൻ നിൽക്കുന്ന ഒരു കുട്ടീനെ, വിദ്യാഭ്യാസം പോലും പൂർത്തിയാക്കാത്തൊരു കുട്ടീനെ പെട്ടെന്ന് ഒരു വിവാഹം കഴിപ്പിച്ചു കൊടുക്കുകയാണ്. അന്ന് ഒരുപാട് അവരെ എല്ലാവരും വിമർശിച്ചു. അവരുടെ ഭാഗം തന്നെയാണ് ശരി. അവർ വളരെ വാശിയുള്ള, അവർ പിടിച്ച് മയിലിന് 3 കൊമ്പ് അങ്ങനെ രീതിയിൽ സംസാരിക്കുന്ന ഒരു രീതിയായിരുന്നു അന്നുണ്ടായിരുന്നു. ഇന്ന് അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നു കേട്ടോ. അനുഭവം കൊണ്ട് വന്ന മാറ്റങ്ങളായിരിക്കും. അപ്പോൾ ആ വിവാഹം അവര് നടത്താൻ തീരുമാനിച്ചു. അങ്ങനെ വിവാഹമൊക്കെ ഉറപ്പിച്ചു. അതിനുവേണ്ടി ഓരോ എപ്പിസോഡായിട്ട് അവർ വിവാഹത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ ഇട്ടു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അവർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വീഡിയോ ഇട്ടു, ഞങ്ങളുടെ മോള് വിവാഹം കഴിച്ചു, ഞങ്ങളെ കൂടല്ലാതെ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടു. അപ്പൊ ആ പെൺകുട്ടിക്ക് ഇഷ്ടപ്പെട്ട വേറൊരു പയ്യന്റെ കൂടെ പോവുകയാണ് ഉണ്ടായത്. സ്വന്തമായി പോയി വിവാഹം കഴിച്ചു. അപ്പോൾ അതിനുശേഷം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ധാരാളം വിഷയങ്ങൾ നടന്നു. ഇവര് ആ പെൺകുട്ടിക്കെതിരെ വീഡിയോ ചെയ്തു, വലിയ ഇന്റർവ്യൂ കൊടുത്തു. 1 മണിക്കൂറൊക്കെ ഉള്ള വലിയ ഇന്റർവ്യൂ കൊടുത്തു. പരസ്പരം ചെളി വാരി എറിഞ്ഞു. ആ കുട്ടിയും പോയിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി. ആ കുട്ടി അതിലൂടെ അവരുടെ ഭാഗങ്ങൾ വിശദീകരിക്കാൻ തുടങ്ങി. അപ്പൊ ഇവര് പറയുന്ന ആ പയ്യനുമായിട്ട് ഈ പെൺകുട്ടിക്കുള്ള ബന്ധം ഇവര് കണ്ടുപിടിച്ചു. ആ കുട്ടിയെ ആ പയ്യനുമായിട്ട് എവിടെയോ ഹോട്ടലിൽ താമസിച്ചതിന് തെളിവ് ഇവർക്ക് കിട്ടി. അങ്ങനെയാണ് ഇങ്ങനെയാണ്, അങ്ങനെ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മോശമായിട്ട് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അവർക്കെന്ന് പറഞ്ഞാൽ അവര് അറിഞ്ഞ് തീരുമാനിച്ചൊരു കല്യാണം അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പോഴും അവർക്ക് അറിയാം ഈ പയ്യനുമായിട്ട് ബന്ധമുണ്ടെന്ന്. എന്നിട്ടും അവർ ഈ വിവാഹം നടത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുകയാണ്. അപ്പൊ ആ കുട്ടി അങ്ങനെ പോയി, അവർ വിവാഹം കഴിച്ചു. അപ്പൊ തന്നെ ഇവർ ഇങ്ങനെ ഒരുപാട് വായ വിട്ട് വർത്താനങ്ങൾ പറയുമ്പോൾ, ഞാൻ ഇന്നൊരു ജീവിതത്തിൽ മരിക്കുന്നവരെ അവളോട് മിണ്ടില്ല അങ്ങനെയൊക്കെ പറയുമ്പോഴും കേട്ടിരിക്കുന്ന നമ്മൾക്കറിയാം ഇതൊക്കെ എല്ലാവരുടെ ലൈഫിലും സംഭവിക്കുന്ന കാര്യമാണ്. പിന്നെയും അവർ ഒന്നിച്ച് ചേരുന്നൊക്കെ അറിയാം. എന്നിട്ടും അവരങ്ങനെ ആ അമ്മ കുറേ അങ്ങനെയൊക്കെ അമ്മയും അച്ഛനും കൂടെ അങ്ങനത്തെ കുറേ വർത്താനങ്ങളൊക്കെ പറഞ്ഞു. രണ്ടുപേരും നമ്മൾ ശത്രുതയൊക്കെ ആയി. എന്നാലും പിന്നീട് 1 മാസമോ 2 മാസമോ കഴിഞ്ഞപ്പോൾ അവര് സാധാരണ പോലെ എല്ലാം ക്ഷമിച്ച് ഇവർ തമ്മിൽ കൂടിച്ചേർന്നു. അതൊരു ഡ്രാമ പോലെ. ഈ മോള് രാത്രി വരുന്നു, കോളിംഗ് ബെൽ അടിക്കുന്നു, അപ്പൊ തുറന്നു നോക്കുമ്പോൾ മോളെ കാണുന്നു, കെട്ടിപ്പിടിക്കുന്നു, കരയുന്നു. അവർ വീണ്ടും ഒന്നിച്ച് ചേരുന്നു. അങ്ങനെ ആ ഫാമിലി വീണ്ടും മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവര് ഇത്രയും അനുഭവം, ഇങ്ങനെ പഠിപ്പ് പോലും പൂർത്തിയാക്കാതെ വിവാഹം കഴിച്ചു കൊടുക്കാൻ തീരുമാനിച്ച ഒരു അനുഭവം ഉണ്ടായിട്ടും അവരവരുടെ രണ്ടാമത്തെ മോളെയും അതുപോലെ തന്നെ 18 വയസ്സാവാൻ തികഞ്ഞ പോലെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ തയ്യാറാവാണ്. അപ്പൊ ആദ്യത്തെ കുട്ടീന്റെ എഡ്യൂക്കേഷൻ എന്താണെന്ന് അറിയില്ല. ഈ രണ്ടാമത്തെ കുട്ടി 10ാം ക്ലാസ് പൂർത്തിയാക്കിയിട്ടില്ല. ആ കുട്ടി നമ്മൾ കാണുന്ന സമയം മുതലേ ഈ വർഷം 10 എഴുതും, ഈ വർഷം 10 എഴുതും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. അപ്പൊ അങ്ങനെ 10ാം ക്ലാസ്സിന്റെ പരീക്ഷ എഴുതും, ഈ വർഷം എഴുതും എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു ദിവസം ഈ കുട്ടിയുടെ കല്യാണമാണെന്ന് ഇവർ ചാനലിലൂടെ അനൗൺസ് ചെയ്യുന്നത്. അങ്ങനെ ആ കുട്ടിയുടെ കല്യാണം തീരുമാനിക്കുന്നു, നിശ്ചയം നടത്തുന്നു, പയ്യന്റെ വീട് കാണാൻ പെൺകുട്ടി അങ്ങോട്ട് പോകുന്നു. അങ്ങനെ ഗംഭീരമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ വിവാഹത്തിന് ആദ്യം അവർ കുറച്ച് സമയം വേണമെന്ന് പറഞ്ഞു. പിന്നീട് അവർ സമയം നീട്ടി കൊണ്ടുപോയി. പിന്നീട് അവർക്ക് പണം റെഡിയായില്ല എന്ന് പറയുന്നു. അങ്ങനെ ഇവർ ഈ വിവാഹം നടത്താൻ എന്തോ താല്പര്യമില്ലാത്ത രീതിയിലേക്ക് മാറുന്ന പോലെ നമുക്ക് പല വീഡിയോയിലും തോന്നി തുടങ്ങിയിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ദിവസം ആദ്യത്തെ പെൺകുട്ടിയെ പോലെ തന്നെ പെട്ടെന്നൊരു ദിവസം
ദിവസം ഈ അമ്മയും അച്ഛനും കൂടെ ചാനലിൽ വന്നിട്ട് പറയുന്നു ഞങ്ങളെ കുഞ്ഞിൻ്റെ കല്യാണം കഴിഞ്ഞു, ഞങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. പക്ഷെ ആദ്യത്തെ പെൺകുട്ടിയുടെ വിവാഹം പോലെയല്ല, ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. വിവാഹം ഉറപ്പിച്ച് നിശ്ചയവും കഴിഞ്ഞ പയ്യനുമായിട്ടാണ് ഈ പെൺകുട്ടി ഒളിച്ചോടിപ്പോയി വിവാഹം കഴിച്ചത്. അപ്പൊ എല്ലാവരും മന്ദം വിട്ടു. അതെന്താണ് അങ്ങനെ ഇവർ കല്യാണം തീരുമാനിച്ചു വെച്ചതായിരുന്നില്ലേ, നിശ്ചയം വരെ നടത്തിയായിരുന്നില്ലേ, പിന്നെ പെൺകുട്ടി എന്തിനാണ് ഇങ്ങനെ പോയി വിവാഹം കഴിച്ചതെന്നൊക്കെ വളരെ ചർച്ച നടന്നു. അപ്പോഴും ഇവർ ആദ്യത്തെ പോലെ തന്നെ കുറേ വീഡിയോസ് ഇട്ടു. കുഞ്ഞൻ ഞങ്ങളോട് അങ്ങനെ ചെയ്തു, ഞങ്ങൾക്ക് ഈ വിവാഹം താല്പര്യമില്ലാതെയായിരുന്നു, ആ പയ്യന്റെ സ്വഭാവം നന്നായിരുന്നില്ല, പെൺകുട്ടിയുടെ മൂത്ത കുട്ടി എന്ന് വെച്ചാൽ ഇവരുടെ മൂത്ത മകള് വന്നിട്ട് വീഡിയോ ഇട്ടു, ഞങ്ങളോട് ആ പയ്യൻ അങ്ങനെ ചെയ്തു, ഞങ്ങളെന്തോ കൂടോത്രം ചെയ്ത് ഞങ്ങൾ നശിപ്പിക്കുന്നു ശ്രമിച്ചു, സ്റ്റാറ്റസ് ഇട്ടു. അങ്ങനെയൊക്കെ എന്തൊക്കെയോ നമ്മൾക്ക് കേട്ടാൽ എന്തോ കോമഡി ആയിട്ട് തോന്നുന്ന കുറേ കാരണങ്ങൾ അവർ പറഞ്ഞു. പിന്നെ ആ പയ്യന്റെ സ്വഭാവം നന്നായിരുന്നില്ല എന്നുള്ളതായിരുന്നു ഇവരെ പ്രധാന കാരണം. എന്തായാലും അവർ തമ്മിലുള്ള കുറേ വിഷയങ്ങൾ അവരിങ്ങോട്ടും അങ്ങോട്ടും ഒക്കെ പറഞ്ഞിട്ട് ഇവർ തമ്മിൽ തെറ്റിപ്പിരിഞ്ഞ് ആ പെൺകുട്ടി വിവാഹം കഴിഞ്ഞിട്ട് ആ പയ്യന്റെ കൂടെ പോയി. അപ്പൊ ഈ പെൺകുട്ടിയുടെ വിവാഹത്തിന് വേണ്ടി സപ്പോർട്ട് ചെയ്തത് ആ കല്യാണം കഴിച്ച പയ്യന്റെ വീട്ടുകാരായിരുന്നു. ഈ അമ്മയും അച്ഛനും ആ വിവാഹത്തിനെ പങ്കെടുത്തില്ല. പിന്നീട് അവരത് വിവാഹം പോലെ തന്നെ ആഘോഷമാക്കിയിട്ട് ഓഡിറ്റോറിയത്തിലൊക്കെ വെച്ചിട്ട് ഒരുപാട് പേരെ വിളിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നടത്തി. അതെല്ലാം നടത്തി കൊടുത്തത് ഈ പയ്യന്റെ വിവാഹം കഴിച്ച പയ്യന്റെ അച്ഛനും അമ്മയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഇത് ആദ്യത്തെ പെൺകുട്ടിയുടെ കാര്യം പോലെ തന്നെ പിന്നീട് അവർ കൂടിച്ചേരും എന്നറിയാം. എന്നാലും ഇവർ ഈ വിഷയമൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഇനി ഒരിക്കലും ചേരില്ല എന്നുള്ള പോലെ കുറേ അപ്പം മനസ്സ് തോന്നുന്ന കുറേ കാര്യങ്ങൾ വിളിച്ചു പറയും. എന്തായാലും രണ്ട് വീട്ടുകാർക്കും നല്ല ഹേർട്ടായിട്ടുണ്ടായിരിക്കണം ഇങ്ങനെ ഒരു വിവാഹം നടത്തിയത് കൊണ്ട്. ഈ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് ഈ ഉപ്പുമുളകും ഫാമിലിക്കും നല്ല വിഷമമുണ്ടായിരുന്നു. ആ പയ്യന്റെ വീട്ടുകാരും ഒരുപാട് അപമാനിക്കപ്പെട്ടിട്ടുണ്ടാവണം. കാരണം അവർ സോഷ്യൽ മീഡിയയിൽ ഇവർ വന്നിട്ട് അവരെ കുറിച്ച് കുറേ കുറ്റം പറയുക അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ ഫാമിലി അങ്ങനെയാ, വളരെ മോശമാണ്, ഈ പെൺകുട്ടി അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ, അവൾ മനസ്സിലാക്കും, അങ്ങനത്തെയൊക്കെ ഒരുപാട് അപ്പം തോന്നുന്ന കുറേ കാര്യങ്ങളും പറഞ്ഞിരുന്നു. ഇപ്പം എന്താണ് വിഷയം എന്ന് വെച്ചാൽ ഈ യൂട്യൂബിൽ Q&A എന്ന് പറഞ്ഞിട്ട് ഫാമിലി വ്ളോഗേഴ്സിന്റെ പ്രധാന ഒരു സെഗ്മെന്റാണ് Q&A എന്ന് പറയുന്നത്. നമുക്ക് എന്തെങ്കിലും ചോദ്യം ചോദിക്കണമെങ്കിൽ ചോദിക്കാന്ന് പറഞ്ഞ ഒരു പോസ്റ്റ് ഇടുന്നു. അപ്പം നമുക്ക് ആ സമയത്ത് അവരെ കുറിച്ചുള്ള കുറേ വിവാദ ചോദ്യങ്ങൾ നമ്മൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് അടിയിൽ കമന്റ് ആയിട്ടിരുന്നു. പിറ്റേ തവണ അവരത് വായിച്ചിട്ട് അതിന്റെ മറുപടി നമ്മളോട് പറയുന്നൊരു പരിപാടിയാണ് Q&A എന്ന് പറയുന്നത്. മിക്കവാറും ഫാമിലി വ്ളോഗേഴ്സൊക്കെ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് ആരോടെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടാവുമ്പോഴാണ് അവർ ഈ Q&A എന്ന് പറയുന്ന സംഭവം വെക്കുന്നത്. അപ്പൊ ഈ പെൺകുട്ടിക്ക് തീർച്ചയായിട്ടും ഈ പെൺകുട്ടിയുടെ അമ്മേനോട് അച്ഛനോട് എന്തൊക്കെയോ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ സമയത്ത് അവർ ആ Q&A വെച്ചത്. അപ്പൊ സ്വാഭാവികമായിട്ടും Q&Aയിൽ ക്വസ്റ്റ്യൻ വന്നു, നിങ്ങളുടെ അമ്മയുടെ അച്ഛൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകുന്നില്ലേ, നിങ്ങളെ മൂത്ത ചേച്ചി പോയതുപോലെ പോകുന്നില്ലേ ചോദിച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നു. പൊന്നു പോയതുപോലെ ഒരു ദിവസം വീട്ടിൽ കയറി പോകണമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ പോക്ക് നടക്കുമെന്ന് എനിക്ക് നടക്കില്ലെന്നൊന്നും പറയാൻ പറ്റില്ല, അറിയില്ല. പോകുന്ന എനിക്ക് തോന്നുന്നില്ല. എൻ്റെ തീരുമാനം മാത്രമല്ല, എൻ്റെ തീരുമാനമാണെങ്കിൽ ചിലപ്പോൾ ഞാൻ പോയി എഴുതുന്നത്. ചേച്ചിയുടെ ഇതല്ല എനിക്ക് ഓടിച്ചെന്ന് പോകാൻ പറ്റുന്ന അവസ്ഥയല്ല, സാഹചര്യങ്ങൾ വ്യത്യാസമുണ്ട്. പിന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് മേട്ടനെ ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റിയ തീരുമാനമല്ല ഈ ഒരു കാര്യത്തിൽ. വേറെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഒറ്റയ്ക്ക് എടുക്കുന്ന തീരുമാനങ്ങൾ തന്നെയാവാം. ഈ ഒരു പ്രശ്നത്തിൽ ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് തീരുമാനിക്കാൻ പറ്റില്ല. അപ്പൊ അതിനുവേണ്ടി ഈ കുട്ടി റിയാക്ട് ചെയ്തു. ഈ കുട്ടി പറയുന്നത് ചേച്ചി പോയ പോലത്തെ സാഹചര്യമല്ല, ഈ മൂത്ത മകള് ഒളിച്ചോടി പോയതാണ്. അപ്പൊ ആ മോള് പോയ സാഹചര്യമല്ല ഇതെന്നാണ് പറയുന്നത്. ആ മകള് പോയ സാഹചര്യം എന്ന് പറഞ്ഞാല് അവർക്ക് ആ പെൺകുട്ടി പോയ പയ്യന്റെ വീട്ടുകാരും സപ്പോർട്ടായിരുന്നില്ല. അപ്പോൾ ആ പയ്യന്റെ വീട്ടുകാരുടെ ഇടപെടലില്ലാത്തത് കൊണ്ട് ഈ അമ്മയ്ക്ക് ഉപ്പുമുളകും ഫാമിലിയിലെ അമ്മയ്ക്കും അച്ഛനും പെട്ടെന്ന് തന്നെ ഈ കുട്ടിയുമായിട്ട് കോംപ്രമൈസ് ആവാൻ വേണ്ടിയിട്ട് സാധിച്ചു. പക്ഷേ ഈ പെൺകുട്ടി, രണ്ടാമത്തെ പെൺകുട്ടി കുഞ്ഞെന്ന് പറയുന്ന കുട്ടീനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാല് ഈ പെൺകുട്ടീനെ വിവാഹം കഴിച്ച പയ്യന്റെ വീട്ടുകാരാണ് എല്ലാത്തിനും സപ്പോർട്ടായിട്ട് നിന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഒരു സമ്മതമില്ലാതെ ആ കുട്ടിക്ക് തിരിച്ചു പോകാൻ സാധിക്കില്ല. അപ്പൊ ഈ പെൺകുട്ടി ഇതിന് മറുപടി ആയിട്ട് പറയുന്നുണ്ട്, ഞങ്ങളുടെ ഒരു തീരുമാനമല്ല ഇത്, ഞങ്ങളുടെ വേറെ പലരുടെയും ബന്ധുക്കളുടെ പലരുടെയും കൂടെ തീരുമാനമാണ്. അവരെ ധിക്കരിച്ചിട്ട് എനിക്ക് അമ്മയുടെ അച്ഛൻ്റെയും അടുത്തേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. ഈ പെൺകുട്ടി പറയുന്നതിൽ കാര്യമുണ്ട്. കാരണം ഈ അച്ഛനും അമ്മയും ആ സമയത്ത് ഇവരെ ഫാമിലിനെ, ഈ പയ്യന്റെ ഫാമിലിനെ ഒരുപാട് മോശമായിട്ട് സംസാരിച്ചതാണ്. അത് അവരുടെ മനസ്സ് കിടക്കുന്നുണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഈ പെൺകുട്ടിക്ക് തിരിച്ചു പോകാൻ പറ്റാത്തതെന്നാണ് പറയുന്നത്. അപ്പൊ ഇതിന്റെ മറുപടിയായിട്ട് ഈ ഉപ്പുമുളകും ഫാമിലിയിലെ അച്ഛനും അമ്മയും കൂടെ ഇതേപോലെ അവർക്ക് പിന്നെ Q&A ഒന്നും വേണ്ട, അവർക്ക് പറയണം തോന്നുന്ന കാര്യങ്ങൾ അവര് ഒരു ക്യാമറ ഓണാക്കി വല്ല കാറിലോ അല്ലെങ്കിൽ റൂമിലോ ഇരുന്നിട്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് ഞാൻ അങ്ങനെ പൊതുവെ കാണാറില്ല. കാരണം അവർ സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ ഭയങ്കര പാടാണ്. അവര് ഒരു പ്രത്യേക രീതിയിൽ സംസാരത്തിന്റെ ശൈലിയോ അല്ലെങ്കിൽ അവരുടെ ശബ്ദമോ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റില്ല. ഭയങ്കര സ്ട്രെയിനാണ് അത് കാണുക എന്ന് പറഞ്ഞാൽ. പക്ഷെ ഈ വിവാദം വന്നതുകൊണ്ടാണ് അത് കണ്ടത്. ചേച്ചി കുഞ്ഞിനെ പോയി വിളിക്കൂ, അങ്ങനെ നമുക്ക് വിളിക്കാൻ പറ്റില്ല. അപ്പൊ അതിൽ തീർത്തും പറയണുണ്ട് അവർക്ക് എടുക്കുന്ന തീരുമാനമല്ല, ബന്ധുക്കളാണെന്ന്. പക്ഷെ ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾക്ക് ബന്ധുക്കൾക്ക് ഞങ്ങൾ സ്ഥാനം കൊടുക്കാറില്ല, ഞങ്ങളുടെ തീരുമാനം ഞങ്ങൾ എടുക്കാറ്. സപ്പോസ് എൻ്റെ അച്ഛനും അമ്മേനും കാണണം എന്നുള്ളത് എൻ്റെ
ആഗ്രഹം. അതിന് ഞാൻ എൻ്റെ അച്ഛനും അമ്മോടും എൻ്റെ വീട്ടുകാർ ബന്ധം ഞാൻ ചോദിക്കൂ? ഞാൻ ചോദിക്കില്ല. അന്യേട്ടൻ്റെ അച്ഛനോട് അമ്മോടെ ചോദിക്കില്ല, പിന്നീട് അന്യേട്ടൻ്റെ മറ്റു ബന്ധുക്കളോട് ഞാൻ ചോദിക്കുന്നില്ല. അതൊക്കെ ബന്ധത്തിനെ നിർത്താം. അപ്പൊ ആ അമ്മയും അച്ഛനും പറയുമ്പോ അമ്മ പറയുന്നത് ഞങ്ങളെ മോക്ക് എപ്പോ വേണമെങ്കിലും ഞങ്ങളുടെ അടുത്തേക്ക് വരാം, ഞങ്ങളെ മകളാണത്. അവർക്ക് ഭയങ്കര, അവരെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ അവരെ കുറിച്ച് എന്ത് നെഗറ്റീവ് പറയിച്ചാലും അവർക്ക് അവരുടെ ഹസ്ബൻഡും കുട്ടികളും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും ഭയങ്കരമായിട്ട് ഒരു ഫാമിലിയെ സ്നേഹിക്കുന്ന ഒരു സ്ത്രീ ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ ഇല്ല എന്ന് പറയും. അത്ര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് അവർ ഇവരെയൊക്കെ കൊണ്ടു നടക്കുന്നത്. അപ്പോൾ അവർ പറയുന്നത് എൻ്റെ മോളാണ്, അവൾ തിരിച്ചു വരുന്നത്, എനിക്കൊരു കുഴപ്പമില്ല, അതൊരു സൂചനയാണ്, ഇവർ തമ്മിൽ യോജിക്കാൻ പോവുകയാണെന്നുള്ളതിൻ്റെ സൂചനയാണ്. എൻ്റെ മോള് വരുന്നത് എനിക്കൊരു കുഴപ്പമില്ല, പക്ഷെ അവൾക്ക് ബന്ധുക്കളുടെയൊക്കെ സമ്മതം വേണമല്ലോ, അതാണ് വിഷയം എന്നാണ് ഇവർ പറയുന്നത്. എന്ന് വെച്ചാൽ ഈ ഉപ്പുമുളകിലെ ഫാമിലിയിലെ അമ്മ സംഗീത പറയുന്നത്, എൻ്റെ മോള് തിരിച്ചു വരുന്ന എനിക്ക് ഒരു വിഷമമില്ല, സന്തോഷമേ ഉള്ളൂ. ഞാൻ എൻ്റെ തീരുമാനങ്ങൾ എടുക്കുന്നത് ഒരു ബന്ധുക്കളുടെയും സമ്മതം നോക്കിയിട്ടില്ല. എൻ്റെ തീരുമാനമാണ്. എൻ്റെ ഭർത്താവിൻ്റെ കാര്യവും മാത്രമേ ഞാൻ നോക്കാറുള്ളൂ. വേറെ ഒരു ബന്ധുക്കളുടെയും തീരുമാനമേ അല്ല. ഞാൻ അവരോട് അതിനെക്കുറിച്ച് സമ്മതം ചോദിക്കാറും ഇല്ല എന്നാണ് പറയുന്നത്. അവരുടെ കാര്യം എന്ന് പറഞ്ഞാൽ അവരങ്ങനെയാണ് ചിന്തിക്കുന്നത്. അവർക്ക് എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡിന്റെ ഫാമിലി ആയിട്ട് അവർക്ക് വലിയ അടുപ്പമെന്നുള്ളതായിട്ട് ഒരു വീഡിയോയിൽ നമുക്ക് തോന്നില്ല. 1-2 വീഡിയോ ഒക്കെ ഹസ്ബൻഡിന്റെ അച്ഛനും അമ്മേനെയും കാണാൻ പോകുന്നുണ്ട് തോന്നുന്നു. പിന്നെ അവരുടെ ബന്ധുക്കളോട് ഹസ്ബൻഡിന്റെ കുടുംബത്തോട് തെറ്റിയത് എങ്ങനെയെന്ന് പറഞ്ഞിട്ട് അവര് ആ ഫാമിലിയിലുണ്ടായ വിഷയങ്ങൾ, അവർ പണ്ട് വിവാഹം കഴിഞ്ഞ കാലത്ത് അനുഭവിച്ച പോര് വിഷയങ്ങൾ ഒക്കെ ഒരു വലിയ കാണ്ടായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് പണ്ട്. അപ്പൊ അവർക്ക് എന്ന് പറഞ്ഞാൽ ബന്ധുക്കളോടൊന്നും അങ്ങനെ വലിയ അറ്റാച്ച്മെന്റ് ഇല്ല. പിന്നെ അവർക്ക് ആകെ ബന്ധം ഉണ്ടായിരുന്ന അവരുടെ സ്വന്തം അനിയത്തീനോടായിരുന്നു. അത് മൂത്ത മകള് വിവാഹം കഴിഞ്ഞ സമയത്ത് അവർ തമ്മിൽ എന്തൊക്കെയോ വിഷയമായിട്ട് ഈ അനിയത്തീനോടും അവർ പിന്നീട് മിണ്ടാതെയായി. ആ അനിയത്തിയാണ് മൂത്ത മകള് വിവാഹം കഴിച്ച പയ്യനെ കുറിച്ച് വളരെ മോശം പറഞ്ഞ് ഇവരെ തെറ്റിച്ചത്. മൂത്ത മകള് കല്യാണം കഴിച്ച പയ്യൻ വളരെ നല്ല പയ്യനായിരുന്നു, പക്ഷെ ഈ അനിയത്തിയാണ് ഇതിന്റെ ഇടയിൽ കൂടെ ഇരുന്ന് തെറ്റിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് അവർക്ക് ഏറ്റവും ഇഷ്ടം അവരുടെ മക്കളെയും അവരുടെ ഹസ്ബൻഡിനെയാണ്. അപ്പൊ അവരുടെ തെറ്റുകൾ മറയ്ക്കാനോ അല്ലെങ്കിൽ അവരെ ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചുറ്റുവട്ടത്തുള്ളവരെ മുഴുവൻ മോശമാക്കുന്ന ഒരു രീതി കുറച്ചുണ്ട് അവർക്ക്. അതാണ് അവർ ആ അനിയത്തിനോടൊക്കെ തെറ്റാനുണ്ടായ കാര്യം. എന്തായാലും അവർ പറയുന്നത് ഞങ്ങൾക്ക് ഒരു ബന്ധുവിൻ്റെ ഒരു സമ്മതം നോക്കേണ്ട കാര്യമില്ല, അവൾക്കും നോക്കേണ്ട കാര്യമില്ലല്ലോ, അവൾക്ക് വേണമെങ്കിൽ വന്നൂടെ എന്നാണ് പറയുന്നത്. പക്ഷെ അവർ പറയുന്നതിന്റെ വശം എന്ന് പറഞ്ഞാൽ അവർ ആ സമയത്ത് കുറെ ആ പയ്യന്റെ ബന്ധുക്കളെ കുറിച്ച് കുറെ മോശം പറഞ്ഞിട്ടുണ്ട്. അവരുടെ മനസ്സിലത് കിടക്കുന്നുണ്ടായിരിക്കും. അതായിരിക്കും അവരൊരു പക്ഷെ ഈ ഫാമിലി ആയിട്ട് ബന്ധം സ്ഥാപിക്കുന്നതിന് ഈ കുട്ടികളെ എതിർക്കുന്നത്. എന്തായാലും ഇതിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഈ ഒരുപാട് സന്തോഷിച്ചിരിക്കുന്ന സമയത്തും ഒരുപാട് വിഷമിച്ചിരിക്കുന്ന സമയത്തും നമ്മൾ ഈ വായിൽ തോന്നുന്നു മനസ്സ് തോന്നുന്നു ഒക്കെ വിളിച്ചു പറയാതിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അപ്പോൾ ശരിയായിട്ടായിരിക്കില്ല പ്രവർത്തിക്കുന്നത്. നമ്മൾ ഒരുപാട് സന്തോഷിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഉള്ളിന്ന് വരുന്ന വാക്ക് ചിലപ്പോൾ ഒരു അഹങ്കാരത്തിന്റെ വാക്കോ അങ്ങനെയാവാനാണ് സാധ്യത. നമ്മൾ ആ സന്തോഷത്തിലാണത് പറയുന്നത്. അതേപോലെ നമ്മൾ ഒരുപാട് വിഷമിച്ചിരിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് ആരൊക്കെയോ കുറ്റം കണ്ടുപിടിച്ച് ആരെയൊക്കെയോ കാരണക്കാരാക്കിയിട്ട് കുറേ ശാപവാക്കുകൾ പറയുക, അങ്ങനെയൊക്കെ മനസ്സ് തോന്നുന്നത് പറയും. അപ്പോൾ എപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ ഒരുപാട് സന്തോഷിച്ചിരിക്കുന്ന സമയത്തും ഒരുപാട് വിഷമിച്ചിരിക്കുന്ന സമയത്തും ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ വായ തോന്നുന്നതൊന്നും പറയാതിരിക്കുക. നിങ്ങളത് പറയുന്നു, നിങ്ങളത് മറന്നു കളയുന്നു. ചിലപ്പോൾ നമുക്ക് മോശം സമയത്ത് ചെയ്ത വീഡിയോ നമ്മൾ ഒരിക്കൽ തിരിഞ്ഞു പോലും നോക്കാൻ ഇഷ്ടപ്പെടില്ല, അത് നിങ്ങൾ എടുത്തു നോക്കുന്ന പോലും ഉണ്ടായിരിക്കില്ല. പക്ഷെ ഇത് കേട്ട ആളുകളുടെ മനസ്സിലെല്ലാം ഇത് കിടക്കുന്നുണ്ടായിരിക്കും. അന്ന് അവരങ്ങനെ പറഞ്ഞതാണ്, അന്ന് ഇവരിങ്ങനെ പറഞ്ഞതാണ്, എന്നിട്ട് ഇപ്പൊ കണ്ടില്ലേ ഇത് ഇവർ മാറ്റി പറഞ്ഞിട്ട് ഇവർ വീണ്ടും യോജിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പരിഹാസ കമന്റുകളൊക്കെ വന്നുകൂടായികയില്ല. അപ്പൊ അത് ഉൾക്കൊള്ളാൻ നിങ്ങൾ തയ്യാറാവണം. നിങ്ങൾ ആ സമയത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. നിങ്ങൾ ആദ്യത്തെ മോള് പോയ സമയത്ത് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചിലപ്പോൾ മറന്നു കളഞ്ഞിട്ടുണ്ടാവണം, പക്ഷെ കേട്ട എല്ലാ ആളുകളും അവര് പണ്ട് അങ്ങനെ പറഞ്ഞതാന്ന് മനസ്സിലുണ്ടായിരിക്കും. അതേപോലെ തന്നെയാണ് ഈ പയ്യന്റെ ഫാമിലിയും, അവരും ആ കേട്ട കാര്യങ്ങൾ മറന്നുപോയില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ മറക്കാൻ സാധിക്കും, പറഞ്ഞത് മറക്കാൻ സാധിക്കും. നമ്മൾ പറയില്ലേ, നമ്മളെ വേദനിപ്പിക്കുന്ന ഒരാളോട് വേദനിപ്പിക്കുന്ന ഒരു വർത്താനം പറയുമ്പോൾ നമ്മളത് അപ്പോഴത്തെ ഒരു ഇതിന് പറഞ്ഞു പോകുന്നതായിരിക്കും, പക്ഷെ കേട്ട് വേദനിച്ച ആളുണ്ടല്ലോ അതൊരിക്കലും മറന്നു പോവില്ല എന്നുള്ളതാണ്. അപ്പം നമ്മൾ കഴിയുന്നതും കുറച്ചുകൂടെ ശ്രദ്ധയോടൊക്കെ കൂടെ സംസാരിക്കുക. പിന്നെ നമ്മൾ ഈ കേൾക്കുന്നതൊക്കെ എല്ലാവരും അല്ലെങ്കിലും അങ്ങനെ മോശമായിട്ടും പിന്നീടൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കത് വിഷമായി തീരുന്നുള്ളതാണ്. എന്തായാലും അവർ ഉടനെ തന്നെ കൂടിച്ചേരലുണ്ടായിരിക്കും. എല്ലാം ക്ഷമിക്കുന്ന അച്ഛനും അമ്മയും അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം തിരിച്ചു കിട്ടാൻ വേണ്ടി വരുന്ന മകളെയൊക്കെ നമുക്ക് ഉടനെ കാണാൻ സാധിക്കുമെന്നാണ് തോന്നുന്നത്. എന്തായാലും സന്തോഷമുള്ള കാര്യമാണ്. കാരണം അവർ ഏറ്റവും ഫാമിലിക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു അച്ഛനും അമ്മയാണത്. മക്കൾക്ക് വേണ്ടിയിട്ടും അവർക്ക് വേണ്ടിയിട്ടും ഒരു ഫാമിലി, അവരുടെ ഒരു ഫാമിലിക്ക് വേണ്ടി ജീവിക്കുന്ന അച്ഛനും അമ്മയാണ്. അവർ വീണ്ടും കൂടി ചേരുന്നതിൽ എല്ലാവർക്കും സന്തോഷം തന്നെ ഉണ്ടാവുള്ളൂ. എല്ലാവർക്കും നന്ദി.